കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സർക്കാർ നഴ്സുമാർ തൊടുപുഴയിൽ ജില്ലാ മാർച്ചും ധർണയും നടത്തി. ജനുവരി 24 അവകാശ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പ്രതിഷേധ പരിപാടികൾ നടത്തിയത്. കേന്ദ്ര സർക്കാർ കേരളത്തോട് തുടരുന്ന സാമ്പത്തിക അവഗണന അവസാനിപ്പിക്കുക, രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് നഴ്സുമാരുടെയും ജീവനക്കാരുടെയും തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, മെഡിസെപ് അപാകതകൾ പരിഹരിച്ച് തുടർച്ച ഉറപ്പാക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സർക്കാർ നഴ്സുമാർ തൊടുപുഴയിൽ ജില്ലാ മാർച്ചും ധർണയും നടത്തിയത്. ധർണയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇന്ന് സംസ്ഥാന വ്യാപകമായി അവകാശ ദിനമായി ആചരിക്കുകയാണ്. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിൽ വിവിധ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർ അവകാശ ദിനത്തിന്റെ ഭാഗമായ ബാഡ്ജ് ധരിച്ച് പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു. തൊടുപുഴ സിവിൽ സ്റ്റേഷന് സമീപം സംഘടിപ്പിച്ച ധർണ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP മേരി ഉദ്ഘാടനം ചെയ്തു. രോഗികളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ്. മുൻപുണ്ടായിരുന്ന ഒരു അന്തരീക്ഷമല്ല ഇന്ന് കേരളത്തിലെ ആരോഗ്യ മേഖല, പ്രത്യേകിച്ച് സർക്കാർ മേഖലയിൽ നിലനിൽക്കുന്നത്. പണ്ട് സർക്കാർ സർവീസ് അല്ലെങ്കിൽ സർക്കാർ ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുന്ന അനാകർഷകമായിരുന്നു. ഡോക്ടർമാരോ ആവശ്യത്തിന് സ്റ്റാഫോ മരുന്നോ ഒന്നുമില്ലാത്തൊരവസ്ഥയായിരുന്നു 5-8 കൊല്ലം മുമ്പ് നമ്മുടെ കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് ആ സ്ഥിതി മാറി. നമ്മുടെ PHCകൾ മഹാഭൂരിപക്ഷവും CHCകളായി മാറി. KGNA ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഷൈല KHന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ MR രജനി, ഷീമോൾ PK, സഫ്ന സേവ്യർ, സീമ CK, ബിനിമോൾ ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ടുഡേ ന്യൂസ് തൊടുപുഴ. എല്ലായിടത്തും വൈഫൈ, എല്ലാത്തും ഇന്റർനെറ്റായേ, നാട് മുഴുവൻ ഡിജിറ്റൽ, നാട്ടാരെല്ലാം ബ്രൗസിംഗിലാണ്. എന്നാ സ്പീഡാ കേരള വിഷൻ, എല്ലാവർക്കും ഇന്റർനെറ്റാ, എല്ലായിടത്തും നെറ്റാ. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.